രണ്ട് വിഷയത്തിൽ നമ്മൾ മലയാളികൾ അടിപൊളിയാണ്. എന്നാൽ രണ്ട് വിഷയത്തിൽ നമ്മൾ വളരെ മോശമാണ്. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികമായി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ വളരെ സ്മാർട്ടായ ആളുകളാണ്. ഇപ്പം ഞാൻ വളരെ അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് വന്ന ഒരാളാണ്. കുറഞ്ഞ ശമ്പളത്തിനാണ് ജോലി ആരംഭിച്ചത്. അപ്പോൾ ഇന്ന് ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ബൂഫേൽ ജോലിക്ക് വന്നാണ്. ഇന്ന് അദ്ദേഹത്തിന് കുറേ ബിസിനസ് സംരംഭങ്ങളുണ്ട്. വേറെ സുഹൃത്ത്, അദ്ദേഹം ഒരു ഓഫീസ് ജോലിക്ക് വന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന് കുറേ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പുതിയ ചെറിയ ജോലിയിലേക്ക് വന്നിട്ട് ഒരു വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ വളരെ ഉഷാറാണ്, നമ്മൾ വളരെ സ്മാർട്ടാണ്. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ വന്നു, കുറേ കഴിഞ്ഞപ്പോൾ നമ്മളെ കയ്യിൽ ആരെ കയ്യിലും പൈസയൊന്നും ബാക്കിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് പ്രധാനമായ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. നമ്മൾ ഈ സ്മാർട്ട് മണി ട്രെയിനിങ് ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ രണ്ട് വിഷയത്തിൽ വളരെ ഉഷാറാണ്. ഒന്ന്, ഏൺ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ജോലി ചെയ്യും, വളരെ ഉഷാറായിട്ട് ജോലി ചെയ്യും. നമ്മൾ ബോസിൻ്റെ സന്തോഷം കിട്ടുന്ന രൂപത്തിൽ നല്ലോണം പെർഫോം ചെയ്യും. ആ ജോലിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഓവർ എഫേർട്ട് നമ്മളിടും. നമ്മൾ കൂടുതൽ ഉഷാറാണ് ആ ജോലിയിൽ നിന്ന് വരുത്തിത്തീർക്കും. എന്നിട്ട് നമ്മൾ കൂടുതൽ ശമ്പളം വാങ്ങും, പ്രമോഷൻ വാങ്ങും, ബോണസ് വാങ്ങും. സമ്പാദിക്കാൻ, ഏൺ ചെയ്യാൻ നമ്മൾ നമ്പർ 1 ആണ്. ഏൺ ചെയ്യാൻ നമ്മൾ നമ്പർ 1 ആണ്. ഇപ്പം നമ്മൾ പറയും, ചന്ദ്രനിൽ നമ്മളിപ്പോൾ ബസ് പരിപാടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മളവിടെ ഒരു കടലൊന്നാണ് എല്ലാവരും പറയാം. അപ്പോൾ മലയാളി എല്ലാ തരത്തും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഏൺ ചെയ്യാൻ നമ്മൾ ഉഷാറാണ്. രണ്ടാമത് നമ്മൾ ഉഷാറായ വിഷയം സ്പെൻഡ് ചെയ്യാനുള്ള, കിട്ടിയ പൈസ അടിച്ചു പൊളിക്കാൻ. അതിന് നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ ഉഷാറാണ്. അപ്പോഴാണ് നമുക്ക് കടം വരുന്നത്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഏറ്റവും ഉഷാറായ വിഷയമാണ്, ഈ കിട്ടുന്നത് മുഴുവൻ നമ്മൾ അതേപോലെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നത്, നമ്മളിങ്ങനെ ഈ പൈസ ചിലവഴിക്കുമ്പം നമുക്ക് കിട്ടുന്നത് സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ ചിലവഴിക്കുമ്പം നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. വീണ്ടും കൂടുതൽ ചിലവഴിക്കും, അപ്പോൾ കൂടുതൽ സന്തോഷം കിട്ടും. അപ്പോൾ ഈ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞത് സ്പെൻഡ് ചെയ്യുന്ന വിഷയം. അപ്പോൾ സന്തോഷം കൂടി 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 ഇനിയും സന്തോഷം വേണം. പക്ഷെ ഉള്ള പൈസ മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൈസ കടം വാങ്ങും, അപ്പോൾ കൂടുതൽ സന്തോഷം കിട്ടും. അപ്പം രണ്ട് വിഷയത്തിൽ നമ്മൾ വളരെ ഉഷാറാണ്. ഒന്ന് സമ്പാദിക്കുന്ന വിഷയത്തിലും, രണ്ട് ആ സമ്പാദിച്ചത് സ്പെൻഡ് ചെയ്യുന്ന വിഷയത്തിലും. ഇനി ഞാൻ രണ്ട് പ്രധാനപ്പെട്ട വിഷയം പറയാം. നമ്മൾ വളരെ മോശമാണ് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, സേവ് ചെയ്യുന്ന വിഷയം. ബാക്കി ഇരിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയേ നമുക്കില്ല. എന്തെങ്കിലും പൈസ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനക്കേടാണ്. എങ്ങനെയെങ്കിലും അത് അടിച്ചു പൊളിക്കണം, എങ്ങനെയെങ്കിലും അത് ചിലവഴിക്കണം. വളരെ സമാധാനം. എന്തേ അല്ല, ഈശോണ്ടായ പൈസ ഒക്കെ തീർന്നു, ഒരു സമാധാനമായി, എന്താ രസം. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. സേവ് ചെയ്യാൻ നമുക്കറിയില്ല. ഇപ്പോഴും പല ആളുകളും ചോദിച്ചാൽ സ്കൂളിൽ എന്തൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചാൽ പറയും, അന്നത്തെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ പറയും. 1-ാം ലോക മഹായുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും പറയും, കാരണം നമ്മളിത് പഠിച്ചതാണ്. 2-ാം ലോക മഹായുദ്ധം എന്തുകൊണ്ടാണ് അവസാനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെ ആൾക്കാർക്ക് അറിയാം. ഹിരോഷിമയും നാഗസാക്കിയൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്നാൽ എങ്ങനെ സേവ് ചെയ്യണം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയാത്തത്. നമ്മളെ കുറ്റമല്ല, പക്ഷേ ഒരു കാര്യം നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഇനി പഠിച്ചൂടെ? പഠിക്കാം. അപ്പം സേവ് ചെയ്യുക. കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാക്കിയിരിപ്പ് നമുക്ക് വേണം. അതിൽ നമ്മൾ വളരെ മോശമാണ്. നമ്മൾ ഉഷാറാവേണ്ട മേഖല അതാണ്. ഇനി അവസാനത്തെ പോയിന്റ്, നമ്മൾ ഏറ്റവും മോശമായ പോയിന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി തന്നെ 95% ആളുകൾക്കും അറിയും. ഞാൻ വെറുതെ 95 എന്ന് പറഞ്ഞല്ല, 5% ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 95% ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടി അറിയില്ല. ഒന്ന്, അറിയില്ല. രണ്ട്, അതൊന്നും ഞമ്മക്കുള്ള അതൊക്കെ പൈസക്കാർക്ക് പറഞ്ഞാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് അത് പൈസക്കാർക്ക് പറഞ്ഞതാണ്. അവിടെ അത് പൈസക്കാർക്ക് പറഞ്ഞതാണ്. അത് ഓലും പോലെ ഫാമിലിക്കൊക്കെ പറഞ്ഞതാണ്, നമുക്ക് പറഞ്ഞാലില്ല. നമ്മൾ മനുഷ്യട്ടതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 0 ആണ്. നമ്മൾ വളരെ മോശമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പം രണ്ട് വിഷയത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ട് വിഷയത്തിൽ നാം ഉഷാറാണ്. ഒന്ന്, ഏൺ ചെയ്യുക. രണ്ട്, സ്പെൻഡ് ചെയ്യുക. കൂടുതൽ ഏൺ ചെയ്തോളി, സ്പെൻഡിങ് കുറച്ചോളി. രണ്ട് വിഷയത്തിൽ നമ്മൾ മോശമാണ്. അതൊന്ന് സേവ് ചെയ്യുന്ന വിഷയത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന വിഷയത്തിലും. ഈ രണ്ട് വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ
ഒരു 5 മുതൽ 10 വർഷം നമ്മളെ സ്മാർട്ട് മണിയിൽ നമ്മൾ പറയുന്നത് പോലെ 5 മുതൽ 10 വർഷം കൊണ്ട് സാമ്പത്തികമായി ഒരു ടെൻഷനുമില്ലാത്ത ജോലിക്ക് പോകുന്നതൊക്കെ ഒരു ചോയ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. കാരണം നിങ്ങളെ വരുമാനം, നിങ്ങൾ ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വരും. ഇങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടും. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിലാണ് നാം മലയാളികൾ മുന്നേറേണ്ടത്. ഇതിൽ നാം മുന്നേറിയാൽ നമ്മുടെ ഭാവി ശോഭനമായിരിക്കും. വീണ്ടും മറ്റൊരാശയമായി കാണാം. താങ്ക് യു വെരി മച്ച്.